ഹല്ലേലൂയ. സിനിമകള്, ടെലിവിഷന്, മൊബൈൽ ഫോണ് നമ്മുടെ കുഞ്ഞുങ്ങളെ കണ്ടമാനം സ്വാധീനം ചെലുത്തുകയാണ്. ഇവരിത് കണ്ട് സെക്സ്, മദ്യപാനം, കൊലപാതകം, അക്രമം, ആ വിധത്തിലേക്ക് ഇവരുടെ മനസ്സുകൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുക. മനസ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മൾ ചിന്തിക്കുന്ന പോലെ അനേകം വ്യക്തികൾ തെമ്മാടികളായെങ്കിൽ, കൊലപാതകളായെങ്കിൽ, മോശപ്പെട്ടവരായെങ്കിൽ അവരുടെ മനസ്സ് ആ വിധത്തിൽ രൂപപ്പെടുന്ന ജീവിത സാഹചര്യങ്ങൾ, കാഴ്ചകൾ, അതിലേക്ക് അവർ നയിക്കപ്പെട്ടു. അതിൻ്റെ അനന്തരഫലമാണ് അവർ അങ്ങനെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ വളരുന്ന ഒരു കുട്ടി, മാതാപിതാക്കളെ പ്രാർത്ഥിക്കും, നല്ല കുടുംബം, അങ്ങനെ വളരുന്നൊരു കുട്ടി ആ രീതിയിൽ വളർത്തിക്കൊടുന്നാൽ അങ്ങനെ ആയിരിക്കും. നമ്മൾ ശരിക്കും ഈ കുഞ്ഞുങ്ങളെയൊക്കെ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങൾ എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, എങ്ങനെയാണെന്നൊക്കെ ശരിക്കും നമ്മൾ അറിയണം. കണ്ണമാനം കാണാൻ മൊബൈൽ കൊടുക്കുക, അല്ലെങ്കിൽ ടെലിവിഷന് മുന്നേ സമയം ഇരുത്തുക, അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഒത്തിരി ശ്രദ്ധിച്ചാൽ നമ്മുടെ മക്കൾക്ക് നല്ലതാണ്. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. യേശുവേ നന്ദി. അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിക്കുന്ന നിമിഷം മുതൽ 10 മാസം, പിന്നീട് ബാല്യം, ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, അങ്ങനെ കടന്നു വരികയാണ്. അവർ രൂപപ്പെടുന്ന ഒരു കാലഘട്ടം, കൗമാരം, യൗവനമൊക്കെ ഒരു കാലത്തൊക്കെ ഇവർ കാണുന്നതും കേൾക്കുന്നതും അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. എന്നും ചെയ്യാൻ മടിയില്ലാത്തവരായിട്ട് മാറുകയാണ്. നമ്മുടെ മനസ്സിൻ്റെ ആ സ്വാധീനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വ്യക്തിയുടെ മനസ്സ് നവീകരിക്കപ്പെടണം. റോമ 12:2 മനസ്സിൻ്റെ നവീകരണം വഴി നിങ്ങൾ രൂപാന്തരപ്പെടുക. മനസ്സ് നവീകരിക്കപ്പെടുക, മനസ്സ് രൂപാന്തരപ്പെടുക. നമ്മുടെ മനസ്സിൻ്റെ തലങ്ങളിലുള്ള അശുദ്ധി, മ്ലേച്ഛത, അങ്ങനെയുള്ള എല്ലാ മേഖലകളും, എതിർവാക്കുകൾ, നെഗറ്റീവ് പറയുക, ശാപവാക്ക് പറയുക, അങ്ങനെ നമ്മുടെ നാവിലൂടെ, നമ്മുടെ ഉള്ളിലുള്ള കാര്യമാണ് നാവിലൂടെ പുറത്തേക്ക് വരുന്നത്. അത് നമ്മുടെ മനസ്സ് നവീകരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യണം. എന്നിട്ടോ അത് കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ വചനവും വിശ്വാസ വചനവും അനുഗ്രഹ വചനം കൊണ്ട് നമ്മുടെ മനസ്സിനെ നിറച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഒരു അനുഗ്രഹത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ആദ്യം എന്താ ചെയ്യേണ്ടത്? മനസ്സ് നവീകരിക്കപ്പെടണം. നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ എന്താണ്? അശുദ്ധിയും മ്ലേച്ഛതയും വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും എല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ട് നീക്കണം. ആ ഒരു ചിന്തകൾ മൊത്തം നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ മാറ്റിക്കളയണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ വായിക്കുന്നു എഫേസോസ് ലേഖനത്തിൽ 4-ാമത്തെ അധ്യായം 22, 23, 24 വചനങ്ങൾ. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവൻ. കണ്ടോ? നിങ്ങളുടെ പഴയ ജീവിത രീതി എന്താ? പുകവലി, മദ്യപാനം, ലൈംഗികാസക്തി, മ്ലേച്ഛത, എന്തുമാവട്ടെ, രഹസ്യ പാപങ്ങൾ, ഏത് മേഖല ആയിക്കോട്ടെ, നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട, നിങ്ങളുടെ ഉള്ളിൽ രൂപം കൊണ്ടിരിക്കുന്ന വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ, ആസക്തികൾ, ജഡത്തിൻ്റെ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവൻ. ഹല്ലേലൂയ. നിങ്ങളിലെ പഴയ മനുഷ്യൻ, പഴയ ജീവിത രീതി, ഇനിയൊരു പുതിയ ജീവിത രീതി നിങ്ങൾ ഈ ധ്യാനത്തിലൂടെ തുടങ്ങണം. വചനത്തിൽ, പ്രാർത്ഥനയിൽ, വിശുദ്ധിയിൽ, വിശ്വാസത്തിൽ ഒരു പുതിയ ജീവിതം നിങ്ങൾ തുടങ്ങണം. ആ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ, ഉണ്ടോ? ആസക്തികളാൽ കലുഷിതം. പലരുടെ മനസ്സ് ആസക്തികളാൽ കലുഷിതമാ. വ്യഭിചാരത്തിൻ്റെ ആസക്തി, കണ്ണുകളുടെ ആസക്തി, സ്വയംഭോഗത്തിൻ്റെ ആസക്തി, സ്വർഗഭോഗത്തിൻ്റെ ആസക്തി, മ്ലേച്ഛതയുടെ ആസക്തി, ധനാസക്തി, അങ്ങനെ ആസക്തികൾ കൊണ്ട് കലുഷിതമായ ഒരു മനസ്സാണ് പലരുടെയും മനസ്സ്. ചിന്തകളും
ഭാവനയും അങ്ങനെ തന്നെ കലുഷിതമാണ് ആസക്തികൾ. പ്രൈസ് ദി ലോർഡ്. ഇതിൽ നിന്ന് ഒരു മോചനം ആവശ്യമാണ്. അവിടെ പറയുകയാണ്, നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. അടുത്ത വചനം, നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്താൽ നവീകരിക്കപ്പെടട്ടെ. മനസ്സിൻ്റെ ചൈതന്യത്താൽ നവീകരിക്കപ്പെടണം. നമ്മുടെ മനസ്സിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കണം. നമ്മുടെ മനസ്സിനെ ദൈവത്തിൻ്റെ ആത്മാവ് വിശുദ്ധീകരിക്കണം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ശക്തമായ പ്രവർത്തനം നമ്മുടെ മനസ്സിൻ്റെ തലങ്ങളിൽ, ഓർമ്മയുടെ തലങ്ങളിൽ സംഭവിക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ മനസ്സിനെ വിശുദ്ധീകരിക്കണം, ഓർമ്മകളെ വിശുദ്ധീകരിക്കണം. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. പഴയ ആസക്തി നിറഞ്ഞ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റുക. പുതിയ മനുഷ്യൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ, വചനത്താൽ നിറഞ്ഞ പുതിയ മനുഷ്യനെ നിങ്ങൾ സ്വീകരിക്കാനാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളിൽ ഒരു പഴയ മനുഷ്യനുണ്ട്. ആ പഴയ മനുഷ്യൻ എപ്പോൾ വേണമെങ്കിലും ഉയർത്തി നിൽക്കാം. കോപത്തിൻ്റെ, വെറുപ്പിൻ്റെ ഒക്കെ മനുഷ്യൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഈ സ്വഭാവങ്ങളൊക്കെ പലരുടെയും ഉള്ളിലുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു വിടുതൽ ആവശ്യമാണ്. ഇത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വിടുതൽ നൽകി അനുഗ്രഹിക്കും. ഈ മേഖലയിൽ ആ വേരുകൾ കർത്താവ് പറിച്ചു മാറ്റും. ഹല്ലേലൂയ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ദൈവകൃപ നഷ്ടപ്പെടുത്താതിരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുകൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് നിങ്ങൾ പലരും അശുദ്ധരായി തീർന്നിരിക്കുന്നു. ഹെബ്രായർ 12:15. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് നിങ്ങൾ അശുദ്ധരായിരിക്കുന്നു. മനസ്സ്, ഓർമ്മകൾ, ചിന്തകളെല്ലാം വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ വേരുകൾ നിറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇനി ഈ വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ എന്താക്കുമെന്നറിയാമോ? നിങ്ങളുടെ മനസ്സങ്ങനെയാണെന്ന് വിചാരിക്കുക. വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും നിങ്ങളുടെ മനസ്സിലുണ്ട്, പ്രതികാരത്തിന് ചിന്ത മനസ്സിലുണ്ട്. അങ്ങനെ ഒരു മനസ്സാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾ രോഗിയായിത്തീരും. വെറുപ്പും വൈരാഗ്യവും മനസ്സിലുണ്ടോ, നിങ്ങൾ സാവധാനം നിങ്ങളുടെ ശരീരം രോഗത്തിലേക്ക് മാറും. ഒരനുഭവം പറയാം. ഇവിടെ നമ്മുടെ ധ്യാനത്തിൽ കോവിഡിനൊക്കെ മുമ്പ് വന്ന് ധ്യാനിച്ച എലിസബത്ത് എന്നൊരു സഹോദരി. എലിസബത്ത് വന്നത് സ്വിറ്റ്സർലൻഡിൽ നിന്നാണ് ധ്യാനിക്കാൻ വന്നത്. ചാലക്കുടിയിലാണ് വീട്. വീട്ടിൽ വന്നിട്ട് ഇവിടെ ധ്യാനത്തിന് വന്നു. നിരന്തരമായിട്ട് ആസ്മ രോഗം, പരിശോധനയിൽ ലങ്സിന് ക്യാൻസർ. അങ്ങനെ നമ്മൾ ധ്യാനം കൂടാൻ വന്നു. എന്നിടയ്ക്കിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ എലിസബത്തിനോട് ചോദിച്ചു, ഭർത്താവ് എന്ത് ചെയ്യുക? ഭർത്താവുമായിട്ട് 16 വർഷമായിട്ട് പിരിഞ്ഞാണ് ജീവിക്കുന്നത്. വിവാഹമോചനം ഒന്നും നടത്തിയിട്ടില്ല. ഭർത്താവും അവിടെ സ്വിറ്റ്സർലൻഡിൽ തന്നെയാണ്. ഭർത്താവ് ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഒരു വീടൊക്കെ ഉണ്ട്. പുള്ളി സ്വന്തമായിട്ട് ജീവിക്കുന്നു. ഈ സഹോദരിയും 2 പെൺമക്കളുണ്ട്. അപ്പോൾ ഈ 2 പെൺമക്കളുമായിട്ട് ഇവരും ജീവിക്കുകയാണ്. എലിസബത്ത് മക്കളെയൊക്കെ വളർത്തി, മക്കളൊക്കെ വളർന്നു, അവരൊക്കെ പഠിക്കുന്നു. അങ്ങനെ ജീവിതം. ഇവരുടെ മനസ്സിൽ മൊത്തം ഭർത്താവിനോടുള്ള വെറുപ്പും വൈരാഗ്യമാണ്. ഭർത്താവിന് മദ്യപാനിയായിരുന്നു, മോശ ജീവിതമൊക്കെ ഉണ്ടായിരുന്നു. ഈ വൈരാഗ്യം അങ്ങ് വളർന്ന് വെറുപ്പായി. അങ്ങനെയാണ് ഇവർ വേർപിരിഞ്ഞ്. ഡിവോഴ്സൊന്നുമില്ല. ഇവളും മക്കളും ജീവിക്കുന്നു. ഇടയ്ക്ക് മക്കൾ അപ്പനെ കാണാൻ പോവും. അങ്ങനെ പോവാണ് ജീവിതം. 16 വർഷമായി. മനസ്സിൽ സൂക്ഷിച്ച ഈ കടുത്ത വെറുപ്പും വൈരാഗ്യവും എലിസബത്തിനെ അവസാനം എത്തിച്ചത് ക്യാൻസർ രോഗത്തിലാണ്. ലങ്സിന് ക്യാൻസർ. എന്നോട് ഇക്കാര്യമൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എലിസബത്തെ, ജീവിത പങ്കാളിയോട് ക്ഷമിക്കാതെ എലിസബത്തിൻ്റെ ക്യാൻസർ സൗഖ്യമാകത്തില്ല. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചാലും നായ്ക്കമ്മൽ വെച്ചും പ്രാർത്ഥിച്ചാലും എലിസബത്തിൻ്റെ ക്യാൻസർ സൗഖ്യമാകത്തില്ല. ഞാൻ അങ്ങനെ പറഞ്ഞു. എലിസബത്തിന് സൗഖ്യം വേണോ? ആദ്യമേ ഭർത്താവിനോട്
പൂർണ്ണമായിട്ട് ക്ഷമിക്കുക. ആ മനുഷ്യൻ എന്ത് തെറ്റുകളും ക്ഷമിച്ച് ആ മനുഷ്യനുമായിട്ട് രമ്യതപ്പെട്ട് ഒരൈക്യത്തിലായെങ്കിൽ മാത്രമേ കർത്താവ് സൗഖ്യം തരത്തുള്ളൂ, അല്ലാതെ സൗഖ്യത്തിലേക്ക് വരാൻ പറ്റുകയില്ല. ഞാൻ ക്ഷമയുടെ മേഖലയൊക്കെ വെച്ചിട്ട് സംസാരിച്ചു. പറഞ്ഞു, ബ്രദറെ എനിക്ക് പറ്റുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ തലയ്ക്ക് വെച്ച് അല്പസമയം ക്ഷമിക്കാനൊരു കൃപ കിട്ടാൻ വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. അല്പസമയം കഴിയുമ്പോൾ കണ്ണിലൂടെ കണ്ണുനീര് ഒഴുകാൻ തുടങ്ങി. ദൈവത്തിൻ്റെ ആത്മാവ് തൊട്ടു. പിന്നെ ഞാൻ പ്രാർത്ഥന ക്ഷമിച്ച് ഭർത്താവിനോട് ക്ഷമിക്കേണ്ട മേഖലയൊക്കെ ഏറ്റു പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിപ്പിച്ചു. ഞാൻ ക്ഷമയുടെ മേഖലയൊക്കെ പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഒരിക്കൽ കൂടി ലങ്സിലെ ക്യാൻസർ ഹീൽ ചെയ്യാനും എല്ലാം ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവ് തൊട്ടിട്ടുണ്ട്, നന്നായിട്ട് പ്രാർത്ഥിച്ച് ഇരിക്കുക, കർത്താവ് സൗഖ്യം തരും, ആശ്വാസമൊക്കെ പറഞ്ഞു വിട്ടു. ആ ധ്യാനം കഴിഞ്ഞിട്ട് എലിസബത്ത് തിരിച്ചുപോയി. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഇത് ധ്യാനത്തിന് എലിസബത്തും ഭർത്താവും കൂടെ വന്നിരിക്കുക. ഹല്ലേലൂയ. 2 പേരും കൂടെ നമ്മുടെ ധ്യാനത്തിന് ഇവിടെ ക്രിസ്ത്യൻ അപ്പുറത്തെ ഹോളിലായിരുന്നു. അന്നുകൊണ്ട് 1000 പേര് ധ്യാനിക്കാനുണ്ട്. ആ ഹോളിൽ നിന്ന് സാക്ഷ്യം ഭർത്താവിനെയായിട്ട് സാക്ഷ്യം പറയുകയാണ്. അവർ പറയുകയാണ്, ആ ചേച്ചി പറഞ്ഞ സാക്ഷി ഇതാണ്: ഞാൻ ആ ധ്യാനത്തിലൂടെ ധ്യാനം കൂടി എൻ്റെ ഭർത്താവിന് പൂർണ്ണമായിട്ട് ക്ഷമ കൊടുത്തു. സ്വിറ്റ്സർലൻഡ് തിരിച്ചു ചെന്ന് കഴിഞ്ഞിട്ട് പോയി മക്കളെയും കൂട്ടി ഭർത്താവിൻ്റെ അടുക്ക് ചെന്നു. ഭർത്താവിനോട് ക്ഷമ പറഞ്ഞു, പരസ്പരം രമ്യതപ്പെട്ടു, സ്നേഹത്തിലായി, ഒന്നിച്ച് അവർ ജീവിതം ആരംഭിച്ചു. 3 മാസം കഴിഞ്ഞ് വീണ്ടും പറയാമെന്ന സാക്ഷ്യം. അത് കഴിഞ്ഞുള്ള പരിശോധനയിൽ എലിസബത്തിൻ്റെ ലങ്സിന് ക്യാൻസർ ഇല്ല. ഹല്ലേലൂയ. എലിസബത്തിൻ്റെ ലങ്സിന് ക്യാൻസർ ഇല്ല. എലിസബത്ത് പൂർണ്ണമായിട്ട് സൗഖ്യം പ്രാപിക്കുക. അത് നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷത്തിൻ്റെ ചിന്തകൾ, പ്രതികാരത്തിൻ്റെ മനസ്സ്, ശാപം, ഇതെല്ലാം ശാപം പറയുക, ഇതെല്ലാം സാവധാനം നമ്മുടെ ശരീരത്തെ, മനസ്സിനെ, അവയവങ്ങളെല്ലാം രോഗത്തിലേക്ക് നയിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിൽ നിന്ന് വെറുപ്പും വിദ്വേഷമൊക്കെ മാറ്റി അങ്ങ് ക്ഷമിക്കുക, വിട്ടുകളയുക. അങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മൾ നവീകരിക്കുക. മനസ്സിനെ നവീകരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സ് വിശുദ്ധീകരിക്കപ്പെടണം. യേശുവിൻ്റെ രക്തത്താൽ നമ്മുടെ മനസ്സ് കഴുകപ്പെടണം. യേശുവിൻ്റെ രക്തത്തിന് നമ്മളെ വിശുദ്ധീകരിക്കുവാൻ ശക്തിയുണ്ട്. യേശുവിൻ്റെ രക്തമാണ് നമുക്ക് ജീവൻ നൽകുന്നത്. യേശുവിൻ്റെ രക്തമാണ് നമുക്ക് പാപ മോചനം നൽകുന്നത്. യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് ഞാൻ പിന്നീട് പങ്കുവയ്ക്കാം. അപ്പോൾ യേശുവിൻ്റെ രക്തത്താൽ നമ്മുടെ ആത്മാവും മനസ്സും എല്ലാം കഴുകപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യം എന്താ സംഭവിക്കുന്നത്? മനസ്സിൻ്റെ നവീകരണം. മനസ്സ് നവീകരിക്കപ്പെടുന്ന എങ്ങനെ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, അങ്ങനെയുള്ള പിന്നെ ആസക്തികൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ മനഃപൂർവ്വം നമ്മൾ നീക്കിക്കളയണം. അതിന് നമ്മൾ തീരുമാനമെടുക്കണം. അങ്ങനെ തീരുമാനമെടുത്ത് നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ രക്തത്താൽ മനസ്സിനെ കഴുകാൻ പ്രാർത്ഥിക്കുക, ഓർമ്മകളെ കഴുകാൻ പ്രാർത്ഥിക്കുക. യേശു തൻ്റെ രക്തം കൊണ്ട് കഴുകും. നമുക്ക് പൂർണ്ണമായ വിശുദ്ധീകരണം, പൂർണ്ണമായ വിടുതൽ നമുക്ക് ലഭിക്കും. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.